ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡിയിലെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ്. 2018 സെപ്റ്റംബർ 17 വ്യത്യസ്തമായ ഷിഫ്റ്റുകളിൽ നടന്നിട്ടുള്ള GKയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡാഷ് ഈസ് നോട്ട് എ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ന്യൂട്രോൺ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ന്യൂട്രോൺ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ്. ഡിസ്കവേർഡ് ബൈ ആരാണ്? ചാഡ്വിക്ക് കണ്ടുപിടിച്ചിട്ടുള്ള ന്യൂട്രോൺ. ദെൻ തന്നിരിക്കുന്നത് എന്താണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് അല്ലേ. കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. ഇലക്ട്രോൺ ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ. പിന്നെ തന്നിരിക്കുന്നത് സെനോൺ ആണ്. എന്താണ് ഈ സെനോൺ എന്ന് പറയുന്നത്? സെനോൺ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണോ? അല്ല. സെനോൺ നമ്മൾ പഠിക്കണം. പക്ഷെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇനേർട്ട് ഗ്യാസ് ആണ്. എന്ത് പേരിൽ അറിയപ്പെടുന്ന ഇനേർട്ട് ഗ്യാസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രേഞ്ചർ ഗ്യാസ് എന്നറിയപ്പെടുന്ന ഇനേർട്ട് ഗ്യാസ് ആണ് ഇതെന്ന് പറയുന്നത്, സെനോൺ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കാനും വളരെ എളുപ്പമാണ്. എക്സ് നമുക്കറിയാം, നമുക്ക് അൺനോൺസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ എന്ത് വെച്ചാണ് കൊടുക്കാറ്? എക്സ് വെച്ചാണ് കൊടുക്കാറ് അല്ലേ. അപ്പോൾ എക്സിൽ തുടങ്ങുന്ന സെനോൺ എന്ന് പറയുന്നത് എങ്ങനെ അറിയപ്പെടുന്ന ഗ്യാസ് ആണ്? സ്ട്രേഞ്ചർ ഗ്യാസ് എന്നറിയപ്പെടുന്ന ഗ്യാസ് ആണ്. ആൻഡ് ഫൈനലി പ്രോട്ടോൺ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് തന്നെയാണ്? ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ്. ഡിസ്കവേർഡ് ബൈ ആരാണ്? റൂദർഫോർഡ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: സബ് അറ്റോമിക് പാർട്ടിക്കിൾ അല്ലാത്തത് ഏതാണ് എന്നുള്ളത്. നമ്മുടെ ആൻസർ കിട്ടി, സെനോൺ ആണ്. ഒപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിച്ചു. എങ്ങനെയാണ് ഈ സെനോൺ അറിയപ്പെടുന്നത്? സ്ട്രേഞ്ചർ ഗ്യാസ് എന്നറിയപ്പെടുന്ന ഗ്യാസ് ആണ് സെനോൺ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: റൈസ് ഇൻ ഷുഗർ ലെവൽസ് ഇൻ ബ്ലഡ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദ സെൽസ് ഓഫ്. ശരീരത്തിലെ രക്തത്തിലെ ഷുഗർ ലെവലിൽ വരുന്ന മാറ്റം, ഷുഗർ ലെവൽ കൂടുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഏത് അവയവത്തിൻ്റെ സെൽസാണ്? ഏത് അവയവമാണ് ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? പാൻക്രിയാസ്. ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് ഷുഗർ ലെവലിൽ ഇൻക്രീസ് വരുമ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഏത് അവയവമാണ്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും. ഇൻസുലിൻ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛനമ്മമാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അവരിൽ ചിലരെങ്കിലും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ആർട്ടിഫിഷ്യലായിട്ട് ഇൻസുലിൻ കുത്തിവയ്പ്പ് എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവരുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇൻസുലിൻ ചെയ്യുന്നത്. അപ്പോൾ പാൻക്രിയാസും അതിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ്, ഈ ഹോർമോൺസിൻ്റെ ഒന്നും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നടക്കാതാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസുലിൻ കുത്തിവയ്പ്പ് എല്ലാം എടുക്കേണ്ടി വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ചോദ്യം ഇതായിരുന്നു: റൈസ് ഇൻ ഷുഗർ ലെവൽസ് ഇൻ ബ്ലഡ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദ സെൽസ് ഓഫ് പാൻക്രിയാസ്. അടുത്ത ചോദ്യം: വാട്ട് വാസ് ദ നെയിം ഓഫ് ദ പാർട്ടി ലോഞ്ച്ഡ് ബൈ സുഭാഷ് ചന്ദ്രബോസ് ഇൻ 1939? 1939 സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പാർട്ടി എന്നുള്ളത്. ഒരു പക്ഷേ ഓപ്ഷനിൽ INA ഇന്ത്യൻ നാഷണൽ ആർമി എന്നൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും പേരും അതിനായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതല്ല, അത് രാഷ്ട്രീയ പാർട്ടിയല്ല. നമുക്കറിയാം അതിൻ്റെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസും അല്ല എന്നുള്ളത് നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പിന്നീട് അതിൻ്റെ വളരെ പ്രശസ്തരായ നേതാക്കന്മാരിൽ ഒരാളായി മാറി, അല്ലെങ്കിൽ കമാൻഡർ ഇൻ ചീഫായി മാറി എന്നുള്ളതാണ് സംഭവിച്ചത്. സോ എന്തായാലും ഇവിടെ ചോദിച്ചിരിക്കുന്നതല്ല, സുഭാഷ് ചന്ദ്രബോസ് ലോഞ്ച് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഏതാണത്? ഫോർവേഡ് ബ്ലോക്ക്. 1939 സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി വെച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു, രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: വിച്ച് ടിഷ്യൂ മേക്സ് ദ പ്ലാന്റ് ഹാർഡ് ആൻഡ് സ്റ്റിഫ്? ഏത് ടിഷ്യൂ ആണ് പ്ലാന്റ്സിലെ ഏത് ടിഷ്യൂ ആണ് അതിനെ ഹാർഡ് ആക്കുന്നത്, സ്റ്റിഫ് ആക്കുന്നത്, സ്ട്രോങ് ആക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പാരൻഗൈമ, സ്ക്ലിറൻഗൈമ, കോളൻഗൈമ എല്ലാം എന്ത് തന്നെയാണ്? പ്ലാന്റ്സിലെ ടിഷ്യൂസ് തന്നെയാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് അതിന് ഹാർഡ്നെസ് കൊടുക്കുന്ന, അതിന് സ്റ്റിഫ്നെസ് കൊടുക്കുന്ന, അതിന് സ്ട്രെങ്ത് കൊടുക്കുന്ന, അതിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുന്ന ടിഷ്യൂ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സ്ക്ലീറൻ ഖൈമയാണ്. വളരെ ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. S4 എന്താണെന്ന് ആലോചിക്കുക, സ്ട്രോങ് ആണെന്ന് ആലോചിക്കുക. എസ്സിലല്ലേ തുടങ്ങുന്നത്. സോ സ്ട്രോങ് ആക്കുന്ന എന്താണ്? സ്ക്ലീറൻ ഖൈമയാണ്. സോ സ്ട്രോങ് ആണ്. ഹാർഡാക്കുന്ന പ്ലാന്റ് ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സ്ക്ലീറൻ ഖൈമ എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഡെഡ് സെൽസ് ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എന്താവുന്നത്? ഹാർഡ് ആവുന്നതും സ്റ്റിഫ് ആവുന്നതും സ്ട്രോങ് ആവുന്നതെല്ലാം. സോ നമ്മുടെ ആൻസർ എന്താണ്? സ്ക്ലീറൻ ഖൈമ. അടുത്തത്: which property of metals enables production of metallic foils? മെറ്റാലിക് ഫോയിൽസിൻ്റെ നിർമ്മാണത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെറ്റലിൻ്റെ പ്രോപ്പർട്ടി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ 4 ആക്ച്വലി മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയാണ്. മാലിയബിലിറ്റി മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഡക്റ്റിലിറ്റി മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്, സോണോറിറ്റി മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്, കണ്ടക്ടിവിറ്റി മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഒക്കത്തിൻ്റെയും മലയാളം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. മാലിയബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പരത്തുക എന്നുള്ളതാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലോ, അടിച്ചു പരത്തുക എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്.
പറയാറുണ്ട്. അടിച്ചു പരത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു നീട്ടുന്നതാണ്, വലിച്ചു നീട്ടുക. നമുക്കറിയാം ചെമ്പ് കമ്പി അല്ലെങ്കിൽ വെള്ളിയുടെ കമ്പി, വെള്ളിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കാണിക്കുന്ന ലോഹങ്ങൾ. സ്വർണ്ണവും വളരെ ഡക്റ്റൈലായിട്ടുള്ളൊരു ലോഹമാണ്. ഡക്റ്റിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു നീട്ടുക എന്നുള്ളതാണ്. സൊണോറിറ്റി എന്നുള്ളത് സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ക്ലിങ് സൗണ്ട് വരില്ലേ മെറ്റൽസിൽ നിന്ന്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സൊണോറിറ്റി എന്ന് പറയുന്നത്. കണ്ടക്ടിവിറ്റി ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, ഇലക്ട്രിസിറ്റിയുടെയും ഹീറ്റിൻ്റെയും കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ബേസിക്കലി 4 മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മെറ്റാലിക് ഫോയിലിൻ്റെ പ്രിപ്പറേഷന്, മെറ്റാലിക് ഫോയിലിൻ്റെ പ്രൊഡക്ഷന് നമ്മൾ എനേബിൾ ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണെന്നുള്ളതാണ്. മെറ്റാലിക് ഫോയിൽ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കണം, വളരെ തിന്നായിരിക്കണം അല്ലേ. തിന്നാക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അടിച്ചു പരത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ത് വന്നേ പറ്റൂ, മാലിയബിലിറ്റി ആയിരിക്കണം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഈ 4 ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. 4 ഈ 3 മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും സൊണോറിറ്റിയും നന്നായിട്ട് ചോദിക്കാറുണ്ട്. മാലിയബിലിറ്റി അടിച്ചു പരത്തുകയാണ്, ഡക്റ്റിലിറ്റി വലിച്ചു നീട്ടുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. സൊണോറിറ്റി എന്ന് പറയുന്നത് ക്ലിങ് സൗണ്ട് വയർ റിലേറ്റഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. സോ 4 മെറ്റാലിക് പ്രോപ്പർട്ടീസ് ആണ്. അതിൽ മാലിയബിലിറ്റിയാണ് നമ്മൾ ഈ പറയുന്ന മെറ്റാലിക് ഫോയിൽസിന് ഹെൽപ്പ് ചെയ്യുന്ന, മെറ്റാലിക് ഫോയിൽസ് ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോപ്പർട്ടി. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ്ഡ്? BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് വർഷത്തിലാണ് സ്ഥാപിതമായത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു രീതിയിൽ ചോദ്യം വരാറുണ്ട്. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് എന്നുള്ളതും ചോദ്യം വന്നിട്ടുള്ളതാണ്. ഏഷ്യാസ് ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. പക്ഷെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്താണ്, ഏത് വർഷത്തിലാണ് അത് സ്ഥാപിതമായത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമാകുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമല്ല, അതിനും ഒരുപാട് മുമ്പ് 1875 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ബോംബെയിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. അടുത്ത ചോദ്യം, ഡാഷ് സൊല്യൂഷൻ ഈസ് യൂസ് ടു ട്രീറ്റ് ബീ സ്റ്റിംഗ്? തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ ഏത് സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുന്നു, ലെമൺ ജ്യൂസ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, വിനിഗർ ഉണ്ട്, ബേക്കിംഗ് സോഡ ഉണ്ട്. ഇത് ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്നെ ചുമ്മാ നോക്കിയിട്ട് പറയാമെന്നുള്ളൂ. കാരണം ലെമൺ ജ്യൂസ് നമുക്കറിയാം ആസിഡിക് ആണ്, മിൽക്ക് നമുക്കറിയാം ആസിഡിക് ആണ്, വിനിഗർ നമുക്കറിയാം ആസിഡിക് ആണ്, ബേക്കിംഗ് സോഡ മാത്രം എന്തായിട്ടുള്ളൂ, നമ്മുടെ ബേസ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് അങ്ങനെ എടുക്കാം. പണ്ടുള്ളവർ മുത്തശ്ശന്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പറയുന്നുണ്ടാവും, തേനീച്ച കുത്ത്, ഉറുമ്പ് അടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് വെച്ചാൽ അവിടെ കുമ്മായം തേക്കുക എന്ന് പറയല്ലേ, അതിൻ്റെ മറ്റൊരു പതിപ്പാണിതെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ബേസ് അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ബേക്കിംഗ് സോഡ പ്ലസ് വാട്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഒരു മരുന്നായിട്ട് നമ്മൾ തൽക്കാലം തേനീച്ചകളൊക്കെ കുത്തിക്കഴിഞ്ഞാൽ തൽക്കാലം ഉപയോഗിക്കാറില്ല. പഴയകാല വിദ്യയാണ്, ഇപ്പോഴും അത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാർക്കിൻ്റെ ചോദ്യമാണ്. തേനീച്ചയൊക്കെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, ബീസ്റ്റിംഗ്, തേനീച്ചയുടെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ഏത് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്? ബേക്കിംഗ് സോഡയുടെയും വാട്ടറിൻ്റെയും സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് മാക്സിമം അറ്റ് ദി? മനുഷ്യൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ എവിടെയാണ് മാക്സിമം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് മനസ്സിലായത് ഓപ്ഷൻ നോക്കുമ്പോഴാണ് ഇക്വേറ്റർ, പോള്, സബ് ട്രോപ്പിക്, ട്രോപ്പിക് എന്നീ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, തന്നിരിക്കുന്നത്. ഇത് നമുക്കറിയാം, വെയിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ W = നമ്മൾ എന്താ പറയാറ്, M×G, മാസ് ഇൻറ്റു ഗ്രാവിറ്റി എന്നുള്ളത് വെച്ചാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. നമുക്കറിയാം ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് എല്ലായിടത്തും എന്ത് തന്നെയാണ്, ഇറ്റ്സ് ഓൾവേസ് ദ സെയിം. അത് ഭൂമിയിലാണെങ്കിലും ചന്ദ്രനിലാണെങ്കിലും സൂര്യനിലാണെങ്കിലും മറ്റേതെങ്കിലും ഒരു പ്ലാനറ്റിലാണെങ്കിലും മാസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ എവിടെയാണ് വേരിയേഷൻ വരുന്നത്, ഗ്രാവിറ്റിയിലാണ് വേരിയേഷൻ വരുന്നത്. ഗ്രാവിറ്റി കൂടുന്നിടത്ത് എന്ത് സംഭവിക്കും, വെയിറ്റ് കൂടും. ഗ്രാവിറ്റി കുറയുന്നിടത്ത് എന്ത് സംഭവിക്കും, വെയിറ്റ് കുറയും അല്ലേ. അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ എർത്ത് നമ്മൾ കൺസിഡർ ചെയ്യുക. എർത്താണ് കേട്ടോ, വട്ടാണ് ഉദ്ദേശിച്ചത്, വന്നില്ല. ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഏറെക്കുറെ എർത്തായിട്ടുണ്ട് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഫീൽ ചെയ്യുന്നത് എവിടെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഫീൽ ചെയ്യുന്നത് ഭൂമിയുടെ സർഫേസിൽ തന്നെയാണ്. ഭൂമിയുടെ സർഫസിലാണ് എന്ത് വരുന്നത്, ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി വരുന്നത്. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 4 എവിടെ തന്നെയാണ്, സർഫസിൽ കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സർഫസിൽ ഗ്രാവിറ്റി ഫീൽ ചെയ്യുന്ന 2 ഭാഗങ്ങൾ പോളുകളാണ്. പോൾസിലാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു ബോഡിയുടെ വെയിറ്റ് ഫീൽ ചെയ്യേണ്ടതും എവിടെ തന്നെയായിരിക്കണം, പോളിൽ ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് പോളിലായിരിക്കണം ഏറ്റവും കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നമുക്ക് മനസ്സിലാവും, ഇക്വേറ്ററിലാണ് എന്ത് സംഭവിക്കുക ഉള്ളതിൽ, ഈ ഒരു സർഫസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും എന്താ പറയുക, ഇക്വേറ്റർ റീജിയനിലാണ് എന്ത് സംഭവിക്കുന്നത്, ഗ്രാവിറ്റിയിൽ ഏറ്റവും കുറവ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്വേറ്റർ റീജിയനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും അന്താരാഷ്ട്ര എന്താ പറയുക ബഹിരാകാശവുമായി റിലേറ്റഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ലോഞ്ചിങ്ങും റോക്കറ്റ് ലോഞ്ചിങ്ങും
ലോഞ്ചിങ്ങും അതുപോലുള്ള കാര്യങ്ങളെല്ലാം സിറ്റുവേറ്റ് ചെയ്യുക അങ്ങനെയായിരിക്കും. ഇതിന് വളരെ നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ ശ്രീഹരിക്കോട്ട സിറ്റുവേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദി ഇക്വേറ്ററിന് ക്ലോസ് ആയിട്ടുള്ള ഏരിയാസിൽ ഒന്നായതുകൊണ്ട് കൂടിയാണ്. അവിടെ ആളുകളില്ല, ഒരു ഐലൻഡാണ്, എല്ലാം ശരിയാണ്. എന്നാൽ ഇതും എന്ത് തന്നെയാണ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റീസണാണ്. ഇക്വേറ്ററിന് ക്ലോസ് ആകുമ്പോൾ നമുക്ക് അത്രയും കുറഞ്ഞ എനർജിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും. കുറഞ്ഞ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന വലിയ വലിയ കണക്കാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ വിചാരിക്കും ഇതിപ്പോൾ ഇക്വേറ്ററിനടുത്തായതുകൊണ്ട് എന്താ മാറ്റം വരാൻ പോകുന്നത്, അതിൻ്റെ ഫ്യൂലും അതിൻ്റെ ബാക്കി കാൽക്കുലേഷൻസും എല്ലാം വരുമ്പോൾ ഇത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് വരാറുള്ളത്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ബഹിരാകാശവുമായി റിലേറ്റഡ് ആയിട്ടുള്ള റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസും സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസും എല്ലാം എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഇക്വേറ്ററിന് ക്ലോസ് ആയിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സമ്മപ്പ് ചെയ്യണം. ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത് സർഫേസുകളാണ്, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് പോളുകളിലാണ്. സോ അതുകൊണ്ട് തന്നെ വെയിറ്റിൻ്റെ ഇക്വേഷൻ mg എന്നായതുകൊണ്ട് mgയുടെ വാല്യൂ പോളിൽ കൂടുതലായതുകൊണ്ട് ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും, പോളിലായിരിക്കും. എന്തായാലും പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഭൂമിയുടെ ഉള്ളിലോട്ട് വരുന്തോറും ഗ്രാവിറ്റിയുടെ വാല്യൂ കുറയും, ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ഗ്രാവിറ്റിയുടെ വാല്യൂ കുറയും. ഭൂമിയുടെ ഉള്ളിലോട്ട് വരുംതോറും ഭൂമിയിൽ നിന്ന് മേലോട്ട് പോകുന്നവരും എന്താ സംഭവിക്കുന്നത്, ഗ്രാവിറ്റിയുടെ വാല്യൂ കുറയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത്, വാട്ട് ഈസ് ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭയുടെ കാലാവധി ആയിരുന്നു ചോദിച്ചതെങ്കിൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല അല്ലേ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ചോദിച്ചത് രാജ്യസഭാ മെമ്പേഴ്സിൻ്റെ കാലാവധി ആയതുകൊണ്ട് ഓരോ രാജ്യസഭാ മെമ്പറിനെയും കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്, 6 വർഷം കൂടുമ്പോൾ ആളുകൾ ഇങ്ങനെ റിട്ടയർ ചെയ്ത് പോവാണ്. രാജ്യസഭ എന്ന് പറയുന്നത് പക്ഷെ എന്താണ്, ഇറ്റ്സ് എ പെർമനന്റ് ബോഡി, അത് എപ്പോഴും എന്തുണ്ടാവും, രാജ്യസഭ അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അടുത്തത്, നെയിം ദ വൈസ്രോയി ഹു ഇനോഗ്രേറ്റഡ് ന്യൂഡൽഹി ആസ് എ ന്യൂ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഇൻ ദി ഇയർ 1931. 1931 ന്യൂഡൽഹിയിലേക്ക് നമ്മുടെ ക്യാപിറ്റൽ രാഷ്ട്ര തലസ്ഥാനം ഷിഫ്റ്റ് ചെയ്തപ്പോൾ വൈസ്രോയി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അറിയാത്ത ഒരാൾക്കും വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. ലോർഡ് വെല്ലസ്ലി പഴയ മനുഷ്യനാണ്. ലോർഡ് കേഴ്സൺ ബംഗാൾ വിഭജനത്തിൻ്റെ സമയത്തുള്ള മനുഷ്യനാണ്. അതായത് 1905 എന്ത് ചെയ്തിരിക്കുന്നത്, ഇയാളുണ്ടായിരിക്കുന്നത്. ലോർഡ് കോൺവാലിസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഫാദർ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന മനുഷ്യനാണ്. ലോർഡ് കോൺവാലിസ് ആണ് ഫാദർ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞെന്താ, ബംഗാൾ വിഭജനത്തിൻ്റെ സമയത്ത്, ബംഗാൾ പാർട്ടീഷൻ്റെ സമയത്ത് 1905 ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ്. സോ ഇവരൊന്നും അല്ല. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാക്ട് പഠിച്ചതാണ്, ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇതെപ്പോഴാണ് സൈൻ ചെയ്യുന്നത്, ഈ 1931 തന്നെയാണ് സൈൻ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 1931 ആരായിരിക്കണം നമ്മുടെ വൈസ്രോയി, ലോർഡ് ഇർവിൻ ആയിരുന്നു നമ്മുടെ വൈസ്രോയി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, when a card placed over a tumbler is flicked with the finger, the coin placed over it falls in the tumbler. എന്താണ് അതിന് പുറകിലുള്ള റീസൺ എന്നുള്ളതാണ്. ചോദ്യം ഇൻകംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ചോദ്യം കൊണ്ട്, ഒരു ടംബ്ലറിൻ്റെ മുകളിൽ നമ്മളൊരു കാർഡ് വെച്ചിട്ടുണ്ട്, ആ കാർഡിന് മേലെ ഒരു കോയിൻ ഉണ്ട്. ആ കാർഡ് നമ്മൾ പെട്ടെന്ന് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ കോയിൻ എങ്ങോട്ട് വീഴും, ആ ഗ്ലാസ്സിനകത്തോട്ട് വീഴും, അല്ലെങ്കിൽ ആ ടംബ്ലറിനകത്തോട്ട് വീഴും. ഏത് റൂളാണ് അവിടെ അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇനേർഷ്യയെ പറ്റി പഠിച്ചിട്ടുള്ളതാണ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനേർഷ്യ ഓഫ് എന്തുണ്ട്, മോഷനും ഉണ്ട് അല്ല. ഇനേർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി മടി, ഇരുന്നിടത്തുനിന്ന് അനങ്ങാൻ പറ്റില്ല. മൂവ്മെൻറ്റിലാണെങ്കിൽ മൂവ്മെൻറ്റിൽ തന്നെ നടക്കണം, ഓടുകയാണെങ്കിൽ ഓടിക്കൊണ്ടേയിരിക്കണം, നടക്കുകയാണെങ്കിൽ നടന്നുകൊണ്ടേയിരിക്കണം, ഇരിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്നുകൊണ്ടേയിരിക്കണം അല്ലേ. ഇവിടെ എന്തായിരുന്നു, ആ കോയിൻ വളരെ അടങ്ങി ഒതുങ്ങി ആ ഗ്ലാസിൻ്റെ മുകളിലെ സർഫസിൽ ഇരിക്കുകയായിരുന്നു അല്ലേ, ആ ടംബ്ലറിൻ്റെ മേലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് മേലൊരു കോയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോയിൻ എന്ത് സംഭവിക്കുന്നത്, ഈ ഗ്ലാസ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ കോയിൻ കറക്റ്റ് ഇതിനകത്തോട്ട് വീഴുകയാണ് എന്ത് സംഭവിക്കുന്നത്, ഉണ്ടാവുന്നത്. അതിന് കാരണം എന്താ, കോയിൻ അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നില്ലേ, കോയിൻ മൂവ്മെൻറ്റിലായിരുന്നോ, അല്ല, കോയിൻ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ആ കാർഡിന് അനക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ട് വരണം, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആയിട്ട് വരണം. കാരണം കോയിൻ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയായിരുന്നു. സോ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണോ ഇനേർഷ്യ ഓഫ് മോഷൻ ആണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഇതേ ചോദ്യം SSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. കാറിൽ പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് മുന്നോട്ടായുന്നത്, അവിടെ സംഭവിക്കുന്ന ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ അവിടെ നിർത്തൽ വരികയാണ്, നമുക്കത് പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, മുന്നോട്ടായിരുന്നു. അത് കാറിൽ ബ്രേക്ക് ഇടുന്നതാവാം, ബസ്സിൽ ബ്രേക്ക് ഇടുന്നതാവാം, എന്ത് വേണേലും ആവാം. ഇവിടെ അതിൻ്റെ തന്നെ മറ്റൊരു കേസ് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ലോ ഓഫ് ഇനേർഷ്യ, ന്യൂട്ടൻ്റെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കും. അടുത്ത ചോദ്യം, Who among the following was the first Indian bowler to record a 5-wicket haul in 2020 in the history of Indian cricket? ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ 2020 ചരിത്രത്തിൽ ആദ്യമായി 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയ ഇന്ത്യൻ ബൗളർ ആരായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. യുസ്വേന്ദ്ര ചാഹൽ എന്ന് പറയുന്ന നമ്മുടെ സ്പിന്നറാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് നേട്ടം നേടിയിരിക്കുന്നത്. ഈ ചാഹൽ ഒരു കിടലൻ ചെസ് പ്ലെയർ കൂടിയാണെന്ന് പറയുന്നുണ്ട്. നാഷണൽ ലെവലിലൊക്കെ പോയിട്ടുള്ള മനുഷ്യനാണ്, അപ്പോൾ അത്രയും ബ്രില്യൻ്റ് ആയിരിക്കും. എന്തായാലും നമ്മുടെ അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ റേറ്റ്
റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. റേറ്റ് ഓഫ് എന്നൊരു വാക്ക് ഉണ്ടെങ്കിൽ അതിനർത്ഥമേ ഉള്ളൂ ആ തന്നിരിക്കുന്ന സംഭവം എന്താണോ ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് പറയുന്നത് അല്ലേ. റേറ്റ് എന്ന് പറയുന്നത് എത്ര സമയം കൊണ്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ റേറ്റ് ഓഫ് എന്ന് കണ്ട അത്രയേ ഉള്ളൂ, തന്നിരിക്കുന്ന സംഭവം ഡിവൈഡഡ് ബൈ ടൈം. അതായത് നമുക്ക് എന്താ പറയേണ്ടി വരിക, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എന്തിൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം, പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണെങ്കിൽ ഡാഷ് ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് വെച്ചാൽ എന്താണ്, പവർ ആണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. റേറ്റ് ഓഫ് എന്ന് എവിടെയെങ്കിലും ചോദ്യ പേപ്പറിൽ പറഞ്ഞെങ്കിൽ അതിന് ഇത്രയേ അർത്ഥമുള്ളൂ. എന്താണ് ആ തന്നിരിക്കുന്ന സംഭവം ഡിവൈഡഡ് ബൈ ടൈം ആണ്. അറിയാത്തതാണെന്നൊന്നും കണ്ട് പേടിക്കേണ്ട, വളരെ ബേസിക് ഇക്വേഷൻ ആക്കി നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അടുത്ത ചോദ്യം, വേവ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സീ ഡ്യൂ ടു എക്സ്പ്ലോഷൻ ആർ. കടലിനടിയിൽ നമുക്കറിയാം എക്സ്പ്ലോഷൻസ് എല്ലാം നടക്കുന്നുണ്ട്, കടലിൻ്റെ അടിത്തട്ടുകൾ പ്രത്യേകിച്ചും. അങ്ങനെ നടക്കുന്ന എക്സ്പ്ലോഷൻസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേവുകൾ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളതിനെ ബേസിക്കലി ഷോക്ക് വേവ്സ് എന്നാണ് പറയാറ്. കുറച്ചുകൂടി സ്പെസിഫിക് ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോക്ക് വേവ്സ് എന്ത് തരത്തിലുള്ള വേവ്സ് ആണ്, ഇത് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. വേവ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, 2 ടൈപ്പാണ് പ്രധാനമായും നമ്മൾ പറയാറുള്ളത്, ലോങ്ങിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സും അല്ലേ. അത് അവിടെ തന്നെ ഉണ്ടല്ലോ, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും ആണ്. കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന ഏത് ടൈപ്പിലുള്ള വേവ്സ് ആണ്, ഷോക്ക് വേവ്സ് ആണ് ഉണ്ടാകുന്നത്. ആ ഷോക്ക് വേവ്സ് എങ്ങനെയുള്ള വേവ്സ് ആണ്, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ആണ് കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, വേർ ആർ ഗാരോ ഹിൽസ് ലൊക്കേറ്റഡ്. ഗാരോ ഹിൽസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഗാരോ എന്നുള്ളതിനെ കൂട്ടത്തിലെ ഒരു കൂട്ടുകാരനെ പിരിച്ചാണ് സത്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. മറ്റു രീതിയിൽ നമുക്കിതിനെ പറയാറുണ്ട്, നമ്മൾ സാധാരണ പറയാറുള്ളത് ഇങ്ങനെയാണ്, ഗാസി ഗാരോ ജയന്തിയ എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഈ ഗാസി ഗാരോ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അറിയുന്നൊരു ചോദ്യമാണ്. ഗാസി ഗാരോ ഹിൽസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. മേഘാലയയിലാണ് ഗാസി ഗാരോ ഹിൽസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിലോ അത് കമൻറ്റ് സെക്ഷനിലൂടെ തന്നെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെങ്കിലും ഒരാൾക്കെങ്കിലും എന്ത് ചെയ്യുക, അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം, ഞാൻ നിർബന്ധിക്കുകയല്ല, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് സ്വയം തോന്നുമെങ്കിൽ, ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് ബെനിഫിഷ്യൽ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, ഒരു ചോദ്യമെങ്കിലും അറിയാത്ത നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നെങ്കിൽ എനിക്ക് ചെയ്തു തരുന്ന തിരിച്ചൊരു പ്രത്യുപകാരമായിട്ട് ഇത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെങ്കിലും എന്ത് ചെയ്യുക, ഇതിന് എക്സാം ഫീൽഡിൽ നിൽക്കുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കെങ്കിലും എന്ത് ചെയ്യുക, ഈ വീഡിയോ വാട്സപ്പിലൂടെയോ ടെലിഗ്രാമിലൂടെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സീരീസ് ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. സെപ്റ്റംബർ 17 ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വ്യത്യസ്തമായ ഷിഫ്റ്റുകളിലെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ചോദ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.